ആക്രമണകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ.ടി. ജലീൽ. മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത്. ഇതിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിലും തലസ്ഥാനത്ത് ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലുമാണ് സർക്കാർ തീരുമാനം. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ.ടി. ജലീൽ വ്യക്തമാക്കി. ആക്രമണകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ ഒരു പ്രത്യേക മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തെരുവുനായ്ക്കളെ കൊല്ലുന്ന ജനങ്ങൾക്കെതിരെ കേസെടുക്കില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. നായ്ക്കളുടെ വന്ധീകരണത്തിനും ആക്രമണകാരികളെ കൊല്ലുന്നതിനുമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ വ്യക്തമാക്കി. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രതിസന്ധിയാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ വി കെ പ്രശാന്തും വ്യക്തമാക്കി. അതേസമയം പേവിഷ പ്രതിരോധ വാക്സിൻ ലോബി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്ക് പരിഹാരമായി കേന്ദ്രീകൃത പദ്ധതിയുമായി ജപ്പാൻ സംഘം വന്നിട്ടുണ്ടെന്നും ഇതിൽ ആദ്യ പരീക്ഷണ പദ്ധതി കൊച്ചിയിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സൗദിയിൽ തൊഴിൽ നഷ്ടപ്പെട്ട 3 മലയാളികൾ മടങ്ങിയെത്തി. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് സ്വദേശികളായ പ്രവാസികൾ ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് എത്തിയത്. സർക്കാർ തങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് മടങ്ങിയെത്തിയവർ ആവശ്യപ്പെട്ടു. കണ്ണൂർ സ്വദേശി ഷിജോ മാത്യു, മലപ്പുറം സ്വദേശി മുഹമ്മദ് കാരക്കുഴിയൻ, കോഴിക്കോട് സ്വദേശി ഷബീർ എന്നിവരാണ് തിരിച്ചെത്തിയത്. സൗദിയിലെ ഓജർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇവർക്ക് ജനുവരി മുതലുള്ള ശമ്പളം ലഭിച്ചിട്ടില്ല. 1 മാസത്തോളമായി പട്ടിണിയിലായിരുന്നുവെന്നും ഇവർ പറയുന്നു. ജൂലൈ 25 മുതൽ ഫുഡ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവരെന്നായിരുന്നു ക്യാമ്പിലെ ക്ലീനിങ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാമ്പിൽ ഫുള്ളായിട്ട് മാലിന്യം കുമിഞ്ഞുകൂടാനും പിന്നെ വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് സൗദിയിൽ നിന്ന് നേരിട്ട് കൊച്ചിയിലെത്താൻ സഹായകമായത്. പിണറായി വിജയൻ സാറ് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ എംബസിയായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വീണ്ടും വരാൻ തയ്യാറാണെന്നുള്ള അറിയിച്ചത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിലേക്കെത്താനുള്ള യാത്രാ ചെലവായി ഇവർക്ക് 2000 രൂപ നോർക്ക നൽകിയിട്ടുണ്ട്. നിരവധി പേർ തൊഴിൽ നഷ്ടപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഇവരെ കൂടി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും മടങ്ങിയെത്തിയവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയലിൽ നെൽകൃഷി ഇറക്കി നാടിന് മാതൃക സൃഷ്ടിക്കുകയാണ് ഗൾഫിൽ നിന്നും തിരിച്ചുവന്ന ഒരു സംഘം യുവാക്കൾ. കാസർഗോഡ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ഹേരൂരിലാണ് തരിശിട്ടിരുന്ന 150 ഏക്കറോളം വയലിൽ ഈ വർഷം നെൽക്കതിർ വിരിയുക. ഈ സംരംഭം വിജയമാക്കാൻ കൃഷിവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹായം തേടുകയാണ് ഈ യുവ കർഷകർ. കാസർഗോഡ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മീപ്പിരി, ഹേരൂർ ഗ്രാമങ്ങളിൽ ഷിറിയപ്പുഴയോരത്ത് 300 ഏക്കറോളം വയലുണ്ട്. ഇതിൽ ഏറിയ ഭാഗവും വർഷങ്ങളായി തരിച്ചിട്ടിരിക്കുന്നു. ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ ഏതാനും പ്രവാസികൾ ചേർന്ന് ഈ വയലുകളിൽ കൃഷി ഇറക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ മുന്നോടിയായി ഞാറിനു വേണ്ടി വയലിൽ വിത്തിട്ട് കഴിഞ്ഞു. വർഷത്തിൽ 3 കൃഷി ഇറക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. ഗ്രാമത്തിന്റെയാകെ പിന്തുണയും ഈ പ്രവാസി കർഷകർക്കുണ്ട്. കാർഷിക മേഖല പഴയതുപോലെ 1, 2, 3 ചെയ്യാൻ ഇവിടുത്തെ കൃഷിക്കാർ, യുവ കർഷകരായ 5-8 ചെറുപ്പക്കാർ ഗൾഫെല്ലാം വിട്ടുവന്ന് കാർഷിക രംഗം നഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാട്ടിന്റെ സമൃദ്ധിക്ക് വേണ്ടി അവരും തയ്യാറായി നിൽക്കുന്നു. അവർ ഈ ഫീൽഡ് നിലനിർത്താൻ വേണ്ടി യന്ത്രവൽക്കരണത്തിലൂടെ അല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കളഞ്ചാടി പാടശേഖര നെല്ലുൽപാദക സമിതിയാണ് പ്രവാസി കർഷക കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. ടില്ലറുകൾ ഉൾപ്പെടെയുള്ള കാർഷികോപകരണങ്ങൾ ലഭ്യമാക്കണമെന്നും വയലിലേക്ക് ടില്ലറുകൾ കൊണ്ടുവരുന്നതിന് നാട്ടുകാർ അനുവദിച്ച സ്ഥലം ഗതാഗത യോഗ്യമാക്കണമെന്നും പാടശേഖര സമിതി കൃഷിവകുപ്പിനോടും ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധികൃതരിൽ നിന്നും അനുകൂല സമീപനം ഈ പ്രവാസി കർഷകർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ തരം ചക്ക വിഭവങ്ങളാൽ ശ്രദ്ധേയമാവുകയാണ് പത്തനംതിട്ടയിലെ ചക്ക മഹോത്സവം. രാവിലെ മുതൽ രാത്രി വരെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത് ചക്ക കൊണ്ടാണ്. പത്തനംതിട്ട നഗരസഭയാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ചക്ക മഹോത്സവം ശനിയാഴ്ച സമാപിക്കും. ചക്കപ്പപ്പടം, ചക്ക വറുത്തത്, ചക്കപ്പുഴുക്ക് തുടങ്ങി നമ്മൾ രുചിച്ചതും രുചിച്ചിട്ടില്ലാത്തതുമായ വിവിധ വിഭവങ്ങളായിരുന്നു ചക്ക മഹോത്സവത്തിൽ ഒരുക്കിയിരുന്നത്. പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ വിവിധ വിഭവങ്ങൾ ഇവിടുത്തെ അടുക്കളയിൽ ഒരുങ്ങുന്നുണ്ട്. ചക്ക മസാല ദോശയാണ് രാവിലത്തെ പ്രധാന വിഭവം. ഉച്ചയൂണിനോടൊപ്പം മീൻകറിയുടെയും ചിക്കൻ കറിയുടെയും അതേ രുചിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കറികളും ഇവിടുത്തെ പ്രധാനിയാണ്. ചക്ക കൊണ്ടുള്ള ദോശ, ചക്ക കൊണ്ടുള്ള കുമ്പളപ്പം, ദോശയാണെങ്കിൽ അതിൻ്റെ അകത്തെ സ്റ്റഫിങ് മസാല ആണെങ്കിൽ ചക്ക കൊണ്ട് തന്നെ ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് ചക്കയുടെ പച്ചച്ചക്ക ഇട്ടിട്ട് ഉണ്ടാക്കുക.
ചക്കയുടെ പിന്നെ മാവാണെങ്കിലും ഞങ്ങൾ ചക്ക അരച്ചിട്ട് അതിന്റെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുക. ചക്ക വിഭവങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ നാടനും വിദേശിയുമായ പ്ലാവിൻ തൈകളും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഗംലസ് പ്ലാവ്, മുള്ളം വരിക്ക, മുട്ടൻ വരിക്ക, സിന്ദൂര വരിക്ക, മലേഷ്യൻ ഹണി, ചെമ്പടക്ക തുടങ്ങി വിവിധയിനം പ്ലാവിൻ തൈകളാണ് ഇവിടുത്തെ പ്രധാനികൾ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട് തിരുനെല്ലിയിൽ പ്രാക്താന ഗോത്രവർഗ കുടുംബത്തിന്റെ സ്വൈര്യജീവിതം തകർത്ത് റിസോർട്ട് പ്രവർത്തനം. ഇവരുടെ വീട്ടിൽ നിന്ന് 10 മീറ്റർ പോലും അകലമില്ലാതെയാണ് ഇടവഴി പോലും മുടക്കി റിസോർട്ടുള്ളത്. 5 പെൺകുട്ടികളുള്ള വീടിന്റെ ശുചിമുറി പോലും മാറ്റേണ്ട ഗതികേടിലാണ് കുടുംബം. ആദിവാസികളുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം നിർമ്മാണങ്ങൾ നിശ്ചിത അകലം പാലിക്കണമെന്ന മാനദണ്ഡവും റിസോർട്ട് പാലിച്ചിട്ടില്ല. തിരുനെല്ലി പഞ്ചായത്തിലെ പാലുവെളിച്ചത്ത് കുറുവാദ്വീപിനടുത്തുള്ള പെപ്പർ ഗ്രീൻ എന്ന റിസോർട്ടാണിത്. സംരക്ഷിത ഗോത്രവർഗ വിഭാഗമായ കാട്ടുനായ്ക്ക വിഭാഗത്തിലെ മറിയും കുടുംബവും മറ്റുള്ളവരും താമസിക്കുന്ന കോളനി കാണുക. ഇവിടേക്കുള്ള വഴി പോലും മുടക്കിയാണ് റിസോർട്ട് വലിയ മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കുള്ള കൗതുകങ്ങൾക്കായി കോളനിക്ക് മുകളിൽ മട്ടുപ്പാവ്. ഇതെല്ലാം ഇവരുടെ സ്വൈര്യജീവിതം ഇല്ലാതാക്കിയിട്ട് കാലങ്ങളായി. അവർ ഈ കള്ളുകുടിയന്മാർ വന്നിട്ട് നല്ല കൈകൊട്ട് പാടിച്ചാൽ തീർന്നിട്ട് ഒറ്റപ്പാടാൻ ക്ലാസ്സിൽ പിള്ളേർ പഠിക്കാത്ത രീതിയിലുള്ള 5-6 പെൺപിള്ളേരുണ്ട്. അവർക്ക് പഠിക്കാൻ ഇപ്പോൾ നിലവില്ലാത്ത രീതിയിലുള്ള. പട്ടികവർഗ കമ്മീഷനും മുൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്കടക്കം നേരിട്ടും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റിസോർട്ടുകാർ മതിൽ ഉയർത്തിക്കെട്ടാമെന്ന് സമ്മതിച്ചതായും വീണ്ടും പരാതിയുണ്ടെങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കാമെന്നുമാണ് മുൻ സബ് കളക്ടറെ സമീപിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയ മറുപടി. എങ്ങനെയാണ് പരമ്പരാഗത ആദിവാസികളെ അവരുടെ കുടിയിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് ഒരു റിസോർട്ടിന്റെ മതിൽ പൊക്കി ഈ പ്രശ്നം പരിഹരിച്ചത്? ഇത് മറിയുടെ മാത്രം അനുഭവമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള തിരുനെല്ലിയിലടക്കം ടൂറിസത്തിന്റെ പേരിൽ നടക്കുന്നത് ഇത്തരം അധിനിവേശങ്ങൾ കൂടിയാണ്. അനൂപ് KR, വയനാട്. ഇടുക്കി പാമ്പാർ പട്ടിശ്ശേരി അണക്കെട്ടിനടുത്തുള്ള 14 കുടുംബങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ്. അണക്കെട്ടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയതെങ്കിലും അടുത്തുള്ള വൻകിട റിസോർട്ടുകളെ ഒഴിപ്പിക്കലിൽ നിന്നും ഒഴിവാക്കിയില്ലെന്നാണ് പരാതി. പാമ്പാർ പദ്ധതിയുടെ ഭാഗമായ പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് 14 നിർധന കുടുംബങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയത്. പഞ്ചായത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതി അനുസരിച്ച് വീട് നിർമ്മിച്ച് കഴിയുന്ന കുടുംബങ്ങൾക്കാണ് 14 ദിവസത്തിനുള്ളിൽ ഭൂമി ഒഴിഞ്ഞുപോകണമെന്ന് കാണിച്ച് പാമ്പാർ പദ്ധതിയുടെ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടീസ് നൽകിയത്. நேற்று நோட்டீஸ் வந்துச்சு. வருஷக்காலம் நாங்கள் இங்கே இருந்தோம். அதனால எங்களுக்கு வீடு வசதி ஒன்றும் இல்லை. நாங்கள் அன்னன்னைக்கு கூட்டி செஞ்சால் தான் கஞ்சி. அதனால நாங்கள் மாற மாட்டோம். சர்க்கார் எங்கேயாவது முடிவு கொடுத்தா தான் நாங்கள் வீடு கட்டி கொடுத்தா நாங்கள் மாறுவோம். പദ്ധതിയുടെ ക്യാച്ച്മെന്റ് ഏരിയയായ 4.2 സ്ക്വയർ കിലോമീറ്റർ പരിധിയിൽ വരുന്ന ഭൂമിയിൽപ്പെട്ടതാണ് നോട്ടീസ് നൽകിയ സ്ഥലമെന്നാണ് ജലവിഭവ വകുപ്പ് പറയുന്നത്. എന്നാൽ വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലം ഉപേക്ഷിച്ച് എവിടെ പോകണമെന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ. കൂലി വേലങ്ങി தான் கஞ்சி குடிக்கும். வேற எங்க வேலைகளும் இப்போ குறைவு. இந்த நேரத்தில் மாற சொன்னால் நாங்கள் எங்கே மாற முடியும்? இத்தனை வருஷம் இருந்துட்டு திடீர்னு போச்சோன்னா 14 நாளைக்குள்ள போச்சோன்னா நாங்கள் എങ്ങനെ മാറ முடியும்? പ്രസ്തുത ഭൂമിയിൽ വൻകിട റിസോർട്ടുകളടക്കം നിരവധി കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും ഇവയ്ക്കൊന്നും ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിട്ടില്ല. പട്ടിശ്ശേരി അണക്കെട്ടിനെതിരെ തമിഴ്നാട് ശക്തമായ സമരങ്ങളാണ് നടത്തുന്നത്. ഈ ഘട്ടത്തിൽ നിർധന കുടുംബങ്ങൾക്ക് മാത്രം ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പണിമുടക്കി. ഓൺലൈൻ ടാക്സികൾക്കെതിരെയും എല്ലാ വാഹനങ്ങൾക്കും സ്പീഡ് ഗവർണർ ഏർപ്പെടുത്താനുമുള്ള നീക്കത്തിനെതിരെയുമായിരുന്നു സമരം. ചെറിയ ചരക്ക് വാഹനങ്ങളും പണിമുടക്കിൽ പങ്കെടുത്തു. കാപെക്സിന്റെ കശുവണ്ടി ഫാക്ടറികൾ കൂടി തുറന്നതോടെ തൊഴിലാളികൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനം പാലിച്ചു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് തോട്ടണ്ടി സംഭരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കാപെക്സിന്റെ കൊല്ലം പെരുമ്പുഴ ഫാക്ടറിയാണ് ആദ്യം തുറന്നത്. UDF സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിയ ഫാക്ടറികൾ ഇടത് സർക്കാർ തുറന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനം പാലിച്ചു. 1000 ടൺ ഐവറി കോസ്റ്റ് തോട്ടണ്ടി എത്തിയതോടെ തൊഴിലാളികൾ ആഹ്ലാദത്തിലാണ്. ഇടനിലക്കാരെ ഒഴിവാക്കി തോട്ടണ്ടി നേരിട്ട് വാങ്ങാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചുവെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. മിനിമം കൂലി പുതുക്കിയാൽ മിനിമം കൂലി നടപ്പിലാക്കാൻ ബാധ്യതയുള്ളത് ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനം കൃത്യമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് കൂലി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ കൂലി വർധനവിന് ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടർച്ചയായി അടച്ചിട്ടത് കശുവണ്ടി വ്യവസായത്തിന് ഏൽപ്പിച്ച ആഘാതം തൊഴിലാളികളുടെ തൊഴിലും കൂലിയും ആനുകൂല്യവും തകർക്കപ്പെട്ടതിന്റെ നേർ അനുഭവസ്ഥരാണ് നമ്മുടെ സംസ്ഥാനത്തെ കശുവണ്ടി തൊഴിലാളികൾ. സംസ്ഥാന ബജറ്റിൽ നീക്കിവെച്ച 100 കോടി രൂപയിൽ 25 കോടി രൂപ കാഷ്യൂ കോർപ്പറേഷനും കാപെക്സിനും നൽകിക്കഴിഞ്ഞു. ഫാക്ടറികൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് ഉടൻ രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
മുടങ്ങിക്കിടന്ന കയർ തൊഴിലാളി പെൻഷൻ വിതരണോദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു. കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. കയർ മേഖലയ്ക്ക് 280 കോടിയിലധികം രൂപ അനുവദിക്കുമെന്നും കയർ മേഖല പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും മന്ത്രി തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. കയർ തൊഴിലാളികൾക്ക് വരുമാന സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനൊപ്പം തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുമെന്ന് കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ആലപ്പുഴയിൽ കയർ തൊഴിലാളി പെൻഷൻ വിതരണോദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വ്യവസായത്തെ സംരക്ഷിക്കും, വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കും, കേരളത്തിലെ കയർ വ്യവസായത്തെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഒരാൾക്കും സംശയം വേണ്ട. അതിനു വേണ്ടിയുള്ളൊരു പുനഃസംഘടനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ പുനഃസംഘടന കുറച്ച് ചെലവേറിയിട്ടുള്ളതാണ്. അതിനുള്ള പണം കണ്ടെത്തുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് വൻകിട വ്യവസായശാല സ്ഥാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എല്ലാവരുമായി നമ്മുടെ ഈ വ്യവസായത്തെ സംരക്ഷിക്കണം, ഈ വ്യവസായത്തെ വികസിപ്പിക്കണം, ഇവിടെ തൊഴിലെടുക്കുന്നവർക്ക് സുരക്ഷിതത്വം നൽകണം. ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് കയർ തൊഴിലാളി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ നിൽക്കണമെന്ന് ഞാൻ പറയാം. കയർ മേഖലയ്ക്ക് പഴയകാല പ്രൗഢി തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴ്നാടുമായി മത്സരിക്കാൻ കഴിയുന്ന ആധുനിക യന്ത്ര സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കയർ അപ്പെക്സ് ബോർഡ് വൈസ് ചെയർമാൻ ആനത്തലവട്ടം ആനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കയർ വികസന ഡയറക്ടർ എൻ പത്മകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുഗോപാൽ, CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആരോഗ്യ സർവകലാശാല ദക്ഷിണ മേഖലാ കലോത്സവം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുന്നു. മിമിക്രി, മോണോ ആക്ട്, ഒപ്പന തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. 85 പോയിന്റുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജാണ് മുന്നിൽ. കലോത്സവം നാളെ സമാപിക്കും. ആരോഗ്യ സർവകലാശാല കലോത്സവത്തിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടക്കമായി. സിനാപ്സ് 2016 എന്ന പേരിലാണ് കലോത്സവം നടക്കുക. 7 വേദികളിലായിട്ടാണ് കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാന വേദിയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള 2000-ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നതെന്ന് സംഘാടക സമിതി കൺവീനർ സൂരജ് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സൗത്ത് സോൺ കലോത്സവമാണ്. ഇവിടുന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നായിട്ട് ഏകദേശം 67ഓളം കോളേജുകളിൽ നിന്ന് 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. 69 ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതിൽ 7 വേദികളാണ് ഇപ്പോൾ ഉള്ളത്. 3 ദിവസങ്ങളിലായിട്ട് മത്സരങ്ങൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇടുക്കി മറയൂർ ചന്ദനക്കാടുകളിൽ വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുപോത്തുകൾ ചത്തൊടുങ്ങുന്നു. പട്ടിണി മൂലമാണ് കാട്ടുപോത്തുകൾ ചത്തൊടുങ്ങുന്നത്. ചന്ദന സംരക്ഷണത്തിനായി തീർത്ത ഉയരം കൂടിയ വേലികൾ കാരണം ഭക്ഷണം തേടി പോകാനാകാത്തതാണ് കാട്ടുപോത്തുകളുടെ മരണത്തിന് കാരണമാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചന്ദനക്കാടായ മറയൂർ ചന്ദന ഡിവിഷനിലാണ് ഭൂമുഖത്തു നിന്ന് തന്നെ അന്യമാകുന്ന കാട്ടുപോത്തുകൾ പട്ടിണി മൂലം ചത്തൊടുങ്ങുന്നത്. വലിയ തലയും കനത്ത മാംസപേശികളും കുറഞ്ഞത് 1000 മുതൽ 1300 കിലോഗ്രാം വരെ ഭാരമുണ്ടാകേണ്ട കാട്ടുപോത്തുകളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പട്ടിണിക്കോലങ്ങളായി മരിക്കുന്നത്. ലോകത്ത് ഒരു കാടുകളിലും കാണാത്ത ദയനീയ കാഴ്ചയാണ് മറയൂരിലെ കാട്ടുപോത്തുകളെ കണ്ടാൽ. വയറൊട്ടിയും വാരിയലുകൾ തെളിഞ്ഞും പട്ടിണിക്കോലങ്ങളായി വനം വകുപ്പ് തീർത്ത വേലിക്കെട്ടിനുള്ളിൽ പട്ടിണി കിടന്ന് ഇവ ചത്തൊടുങ്ങുന്നു. 1986 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ചുമന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ വംശനാശം നേരിടുന്ന മൃഗത്തെയാണ് വനം വകുപ്പ് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത്. മറയൂർ ചന്ദന സംരക്ഷണത്തിനായി വനം വകുപ്പ് തീർത്ത 12 അടി ഉയരമുള്ള വേലിക്കുള്ളിൽ ഉണ്ടായിരുന്ന കാട്ടുപോത്തുകളിൽ 5 വർഷത്തിനിടെ 8-ലധികം കാട്ടുപോത്തുകൾ ചത്തുവീണു. അവിടെ ഫെൻസിൽ കിട്ട് മുറിക്കുന്നതിന് മുമ്പ് ആ പോത്തുകളെ അതിന് പുറത്തേക്ക് അടിക്കേണ്ടതായിരുന്നു. കുറച്ച് ഏരിയയേ ഉള്ളൂ. അത്രയും പോത്തുകൾക്ക് ഇതിനുള്ള ഭക്ഷണവും വെള്ളവും അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ വരണം. അതുകൊണ്ട് പോത്തിനെ കൊന്ന് ഇവിടെ ഒരു സാധാരണക്കാരൻ എന്റെ കൃഷി നശിപ്പിച്ച് ഒരു പന്നിയെ കൊന്നേക്കാൻ ചട്ടിങ്കലും ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥര് അവരുടെ പേരിൽ ഈ പോത്തിനെ കൊന്നതിന് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട ആ പോത്തിനെ കൊന്നതിന്. കാട്ടുപോത്തുകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ച ചന്ദന സംരക്ഷണ പദ്ധതി തയ്യാറാക്കിയപ്പോൾ വനം വകുപ്പ് വരുത്തിയ വീഴ്ചയാണ് കാട്ടുപോത്തുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നത്. കാട്ടുപോത്തുകളെ കൂടാതെ പുള്ളിമാനും കേഴകളും ഈ ഇരുമ്പുവേലിക്കുള്ളിൽ വിധി കാത്ത് കഴിയുന്നുമുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥികളുടെ സമരം ശക്തമാകുന്നു. മാനേജ്മെന്റിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ തിരുത്തും വരെ സമരം തുടരാൻ തീരുമാനം. സമരത്തിന് പിന്തുണയുമായി SFI നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടന്നു. കരുണ മെഡിക്കൽ കോളേജിൽ സമരം നടത്തുന്ന MBBS വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരെയാണ് സെക്യൂരിറ്റി ജീവനക്കാരായി നിയമിച്ചത്.
ഇവർ പെൺകുട്ടികളെ കമന്റടിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്ത മാനേജ്മെന്റ് ലേഡീസ് ഹോസ്റ്റലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാരെയാണ് നിയോഗിച്ചതെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഈ 7 മണി വരെ പഠിച്ചിട്ട് ലൈബ്രറിയിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന പെൺകുട്ടികൾ കമന്റ് അടിക്കും, അവർ ഫോട്ടോ വരെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതയുള്ളത്? ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട്. എങ്ങോട്ട് ഓടിപ്പോവാനാ? ഇവിടുന്ന് വിളയോടി വരെ ചെന്നുമ്പോഴത്തേക്കും അവർ എല്ലാം നടത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ ഇവിടെ ജീവിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരും പുറത്തുനിന്നെത്തിയ ഒരു സംഘവും ചേർന്ന് ആൺകുട്ടികളെ മർദ്ദിച്ചിരുന്നു. ഇതോടെയാണ് സമരം ആരംഭിച്ചത്. മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി ഭയന്ന് വായ്മൂടിക്കെട്ടിയാണ് കുട്ടികൾ മാധ്യമങ്ങളെ കാണുന്നത്. സമരത്തിന് പിന്തുണയുമായി SFI നേതൃത്വത്തിൽ കരുണ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓൺലൈൻ വഴി പണം നഷ്ടപ്പെട്ടതായി പരാതി. 30,000-ഓളം രൂപയാണ് നഷ്ടപ്പെട്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജീവനക്കാരി TV ഷീജയ്ക്കാണ് പണം നഷ്ടമായത്. ബാങ്ക് അധികൃതരെന്ന് പരിചയപ്പെടുത്തി ഷീജയിൽ നിന്ന് ATM പിൻ നമ്പർ വാങ്ങിയെടുക്കുകയായിരുന്നു. ATM കാർഡിന്റെ കാലാവധി അവസാനിച്ചെന്നും പുതിയ കാർഡിനായി ATM പിൻ നമ്പർ വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഫോൺ കോൾ. ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് ഫോൺ ചെയ്തിരിക്കുന്നത്. 29,991 രൂപയാണ് ഷീജയ്ക്ക് നഷ്ടമായത്. ഇത് സംബന്ധിച്ച് ഷീജയുടെ ഭർത്താവ് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സമാനമായ രീതിയിൽ ഷീജയുടെ ഭർത്താവ് ദാമോദരനും ഷീജയുടെ സഹപ്രവർത്തകൻ നസീറിനും പണം നഷ്ടപ്പെട്ടതായി പരാതിയുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പത്തനംതിട്ട പരുമലയിൽ CPIM ഓഫീസിന് നേരെ ആക്രമണം. BJP പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് CPIM ആരോപിച്ചു. അക്രമത്തിൽ പ്രതിഷേധിച്ച് വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ പരുമലയിൽ CPIM ഹർത്താൽ നടന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ഒരുപറ്റം BJP പ്രവർത്തകർ CPM ഓഫീസ് ആക്രമിക്കുകയായിരുന്നുവെന്ന് CPM നേതൃത്വം വ്യക്തമാക്കി. അക്രമത്തിൽ പരുമല ലോക്കൽ കമ്മിറ്റി ഓഫീസായ ചന്ദ്രശേഖരൻ പിള്ള സ്മാരക മന്ദിരത്തിന്റെ ജനലും വാതിലുകളും ഓഫീസിന് മുൻവശത്തെ കൊടിയും സ്തൂപവും തകർക്കപ്പെട്ടു. ഇത് സംബന്ധിച്ച് നേതൃത്വം പോലീസിൽ പരാതി നൽകുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന പരുമലയിൽ CPM ഓഫീസ് ആക്രമിച്ച് സമാധാനാന്തരീക്ഷം തകർക്കാനാണ് BJP ശ്രമമെന്ന് CPM ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി. ഉടൻ പ്രതികളെ പിടികൂടുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി MP രാജേഷ് MPയുടെ നേതൃത്വത്തിൽ ജനകീയ സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിക്കുന്നു. പഠനത്തിൽ മിടുക്കരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ കുട്ടികൾക്കായാണ് പദ്ധതി. ഒക്ടോബർ മാസത്തോടെ സ്കോളർഷിപ്പ് നിലവിൽ വരും. പ്രെഡിക്റ്റ് എന്ന പേരിലാണ് MP രാജേഷ് MPയുടെ നേതൃത്വത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ജനകീയ സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളിൽ വിഷമതകൾ അനുഭവിക്കുന്ന പഠനത്തിൽ മിടുക്കരായ 100 വിദ്യാർത്ഥികളെയാണ് സ്കോളർഷിപ്പിനായി തിരഞ്ഞെടുക്കുക. +1, +2 വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് മാസം തോറും 1000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്നതാണ് പദ്ധതി. SSLC പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചാണ് അർഹരായവരെ കണ്ടെത്തുക. ഇതിന് പ്രൊഡക്റ്റിനുള്ള അപേക്ഷ കിട്ടാനുള്ള അവഗണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം നമ്മൾ കൊടുക്കും. സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കും. അപേക്ഷ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എത്തിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും കാര്യമായിട്ടുള്ള പിന്തുണയും സഹായം ഉണ്ടാവണം. വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഇങ്ങനൊരു പദ്ധതി ഒക്ടോബറിൽ കൊടുത്തു തുടങ്ങും. സ്കോളർഷിപ്പ് പദ്ധതി നടത്തിപ്പിനായി MP രാജേഷ് MP ചെയർമാനും അജിത് സക്കറിയ കൺവീനറുമായുള്ള സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അടുത്ത മാസം 20ഓടെ അർഹരായവരെ തിരഞ്ഞെടുക്കും. ഒക്ടോബറിലാണ് പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയാളി സ്റ്റാർട്ടപ്പ് സംരംഭമായ പ്രൊഫോണ്ടീസ് ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ അമേരിക്കൻ കമ്പനി ഏറ്റെടുത്തു. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫുൾ കോൺടാക്ട്സ് എന്ന IT കമ്പനിയാണ് പ്രൊഫോണ്ടീസിനെ ഏറ്റെടുത്തത്. കൈരളി TVയുടെ മികച്ച യുവ സംരംഭകർക്കുള്ള പുരസ്കാരമായ ഇന്നോടെക് 2016 അവാർഡിന് അർഹമായ കമ്പനി കൂടിയാണ് പ്രൊഫോണ്ടീസ് ലാബ്സ്. 4 ചെറുപ്പക്കാരുടെ മനസ്സിൽ രൂപമെടുത്ത ആശയത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു പ്രൊഫോണ്ടീസ് ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംരംഭം. തിരുവല്ല സ്വദേശി അർജുൻ ആർ പിള്ള, കോട്ടയം സ്വദേശി ജോഫിൻ ജോസഫ്, തൊടുപുഴ സ്വദേശി അനൂപ് തോമസ് മാത്യു, കായംകുളം സ്വദേശി നിതിൻ സാം ഉമ്മൻ എന്നിവരാണ് പ്രൊഫോണ്ടീസിന്റെ അമരക്കാർ. ബിടെക് പഠനം കഴിഞ്ഞ് 2 വർഷത്തിനു ശേഷമായിരുന്നു ഇവർ സ്വന്തം സംരംഭവുമായി എത്തിയത്. കളമശ്ശേരി സ്റ്റാർട്ടപ്പ് വില്ലേജിൽ 2012 ജൂണിലാണ് പ്രൊഫോണ്ടീസ് പ്രവർത്തനം തുടങ്ങുന്നത്. ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ആരുടെയും വ്യക്തിവിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ കഴിയുന്ന വൈബ്സ് എന്ന ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തതാണ് പ്രൊഫോണ്ടീസിന്റെ തലവര തിരുത്തിക്കുറിച്ചത്. അമേരിക്ക ആസ്ഥാനമായുള്ള ഫുൾ കോൺടാക്ട് എന്ന കമ്പനിയാണ് പ്രൊഫോണ്ടീസിനെ ഏറ്റെടുത്തിരിക്കുന്നത്. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ ഏറ്റവും വലിയ ഏറ്റെടുക്കലാണ് നിലവിലിത്. 2012 4 പേരുമായി തുടങ്ങിയ കമ്പനിയിൽ ഇന്ന് 72 ജീവനക്കാരാണുള്ളത്. കൈരളി പീപ്പിൾ TVയുടെ മികച്ച യുവ സ്റ്റാർട്ടപ്പ് സംരംഭകർക്കുള്ള ഇന്നോടെക് അവാർഡിന് ഈ വർഷം പ്രൊഫോണ്ടീസ് ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ തെരഞ്ഞെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്.
തൃശൂർ ശ്രീനാരായണ ഗുരു കൾച്ചറൽ സ്റ്റഡീസ് സെന്ററിന്റെ മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള അവാർഡ് കൈരളി TV ക്യാമറമാൻ PB സലീമിന്. ആനപീഡനങ്ങളെക്കുറിച്ചുള്ള കൂച്ചുവിലങ്ങ് എന്ന ഡോക്യുമെന്ററിക്കാണ് അവാർഡ്. ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സെപ്റ്റംബർ 24-ന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. മദ്യം ഓൺലൈനായി വിൽക്കില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. ഓൺലൈൻ വിൽപ്പന കൺസ്യൂമർ ഫെഡിന്റെ നിർദ്ദേശം മാത്രമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ മദ്യവിൽപ്പന എന്നത് ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞത് മാത്രമേ അതൊരു നിർദ്ദേശം മാത്രമാണ്. എല്ലാ നിർദ്ദേശവും വരട്ടെ. നമുക്ക് ഓൺലൈൻ മദ്യവിൽപ്പന നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല നിലവിലുള്ള നിയമവും അതിന് അനുവദിക്കുന്നതല്ല. അപ്പോൾ അതിന്റെ മേലെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അത്തരം നിർദ്ദേശങ്ങൾ പലതും വരുന്നുണ്ട്. ഗവൺമെന്റ് മുമ്പിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. മദ്യത്തെ എങ്ങനെ തടയാം, ലഹരി എങ്ങനെ തടയാം. സംസ്ഥാനത്തെ നേന്ത്ര കർഷകർക്ക് പ്രതീക്ഷ നൽകി വിപണിയിൽ നേന്ത്രക്കാ വിലയിൽ കുതിച്ചുകയറ്റം. കഴിഞ്ഞ ഓണക്കാലത്ത് 30 രൂപ ഉണ്ടായിരുന്ന നേന്ത്രക്കായ്ക്ക് നിലവിൽ 60 മുതൽ 70 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. ഓണം അടുക്കുന്നതോടെ വില വീണ്ടും കൂടുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. എക്കാലവും കണ്ണുനീരും കടബാധ്യതയും മാത്രം മിച്ചമുണ്ടായിരുന്ന ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർക്ക് ഇത്തവണ ഓണം പ്രതീക്ഷയുടേതാണ്. ഭൂമിയിൽ വീഴ്ത്തിയ വിയർപ്പിന് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നുവെന്ന ആശ്വാസത്തിലാണ് നേന്ത്രക്കാ കർഷകർ. 20 മുതൽ 30 രൂപ വരെ ഉണ്ടായിരുന്ന നേന്ത്രക്കായ്ക്ക് 60 മുതൽ 70 രൂപ വരെയാണ് കർഷകന് ഇന്ന് ലഭിക്കുന്നത്. വില കൂടിയെങ്കിലും കഴിഞ്ഞ സീസണിലെ വിലയിടിവും തുടർന്നുണ്ടായ കടബാധ്യതയും മൂലം കൃഷിയിൽ നിന്നും പിന്തിരിഞ്ഞ കർഷകർ ഇത്തവണ പൂർണ്ണതോതിൽ കൃഷി ഇറക്കിയിട്ടുമില്ല. സാധാരണ 1000 വാഴയൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നതായിരുന്നു ഒരാള്. അത് മുൻ വർഷങ്ങളിലൊന്നും വിലയില്ലായിരുന്നു. കഴിഞ്ഞ വർഷം 18-20 രൂപ ആയിരുന്നു. കാരണം ഇതവണ വാഴയും കുറവായിരുന്നു. ഇതവണ ഒരു 55-60 രൂപ വരെ വില കിട്ടിയതുകൊണ്ട് ഇതവണ ഒരു ആശ്വാസകരമാണ്. അന്നേരം വാഴ തീർത്തും കുറവായി പോയി. ഈ ഒരു വില കിട്ടിയാൽ തന്നെ കർഷകർ ഏത്തവാഴയൊക്കെ കൃഷി ചെയ്യുള്ളൂ. നേന്ത്രക്കായ്ക്ക് വില വർദ്ധിച്ചതോടെ ഏത്തയ്ക്ക, ഉപ്പേരി അടക്കമുള്ള വിഭവങ്ങൾക്ക് വിപണിയിൽ വിലയേറിയിട്ടുണ്ട്. ഓണക്കാലമാകുമ്പോഴേക്കും നേന്ത്രക്കായുടെ വിലയിൽ ഇനിയും മാറ്റമുണ്ടാകും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഓണക്കാലത്ത് നേന്ത്രക്ക കേരള വിപണിയിലെത്തിയാലും നാടൻ നേന്ത്രക്കായുടെ ഡിമാൻഡിന് കുറവ് സംഭവിക്കില്ല എന്ന വിശ്വാസത്തിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.